ഇയാള് ഭയങ്കര തട്ടിപ്പാ കേട്ടോ. വായി കൊള്ളാത്ത പുല്ല് തന്നല്ലേ നമ്മുടെ പാല് കറക്കുന്നേ. ഓ, എന്തു പറ്റി? ഒരു കോരപ്പുല്ല് ചുണ്ടിക്കൊണ്ട് മുറിഞ്ഞു. സൂക്ഷിച്ച് കഴിച്ചാ മതി കേട്ടോ. കന്നാ സാർ നമ്മളെ ഫാം ചുറ്റിക്കാണാൻ വേണ്ടിയാണ് വിട്ടിരിക്കുന്നത്. എന്ത് വലിയ ഫാമാണിത്. ഇതിൽ നിന്നും ആരെങ്കിലും പുറത്തേക്ക് പോകാൻ നോക്കിയാലും അകത്ത് തന്നെ ഉണ്ടാകും. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്ത് ശാന്തമാണിവിടം. സിറ്റിയിൽ എന്തുമാത്രം ബഹളമാണെന്നറിയോ? തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അമ്മേ! അല്ല, പോപ്പട്ട് ഇതിന് മാത്രം കരഞ്ഞോ? ദേ ഇപ്പോഴും കുറ്റിക്കാട്ടിന്ന് നല്ല എക്കോ ആണല്ലോ കേൾക്കുന്നത്. അത് എന്റെ ശബ്ദമായിരുന്നു. ജൂപ്പിറ്ററിന്റെ ആട്. ഞാൻ ആടല്ല. അതെ കൊച്ചളിയാ, നീ എന്ത് വർത്താനേ പറയുന്നേ? ഇവനെ കണ്ടിട്ട് ഏതോ ഒരു പശുക്കിടവനെ പോലെ ഉണ്ട്. ഞാനൊരു പശുവിനെ കിടാവല്ല, ചെമ്മരിയാണ്. 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 അതിരിക്കട്ടെ, നീ എന്തിനാ കരയുന്നേ? മൂസ എന്റെ ശരീരത്തിലെ മുടി മുഴുവൻ മുറിച്ചെടുത്തു. എനിക്ക് കാര്യം മനസ്സിലായി. 50 രൂപയും വാങ്ങിച്ചു, എന്നാ വൃത്തിക്ക് വെട്ടിയതുമില്ല. സംശയമുണ്ടോ? മുടി മുറിച്ചതിന് ശേഷം എന്റെ കൂട്ടുകാരൻ എന്നെ വിട്ടുപോയി. ഡോലും പിന്നെ ബബ്ലും. അവര് ചെമരിയാടുകളായിരുന്നോ? അല്ല, എലി. മുടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുന്ന അവര് ചോദിച്ചത്. എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ എനിക്ക് അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. പ്ലീസ്. അതിന് മുടിയല്ലേ മുറിച്ചത്? ഇപ്പഴാ കാണാൻ കുറച്ച് മെനയായത് തന്നെ. അല്ല, ഈ മൂസയെ കാണാൻ എങ്ങനെ ഇരിക്കും? വലിയ വലിയ പല്ലുകൾ. അവൻ നടന്നാൽ ഭൂമി കുലുങ്ങും. ഡൈനോസറിന്റെ കുഞ്ഞനിയൻ. കണ്ടാൽ എങ്ങനെ തോന്നില്ലെങ്കിലും ചെറിയൊരു എലിയാണ്. കാണാൻ നല്ല ക്യൂട്ടാണ്. തലയ്ക്ക് വട്ടാണ്. ഞാനാണ് മൂസ. എന്റെ തലയാണെങ്കിൽ ഫ്യൂസ. നാട്ടുകാരൻ എന്റെ അപ്പനെ വിളിക്കുന്നത് ബബൂസ. ഇന്ന് ഞാൻ ലഞ്ചിന് കഴിച്ചത് വെറും 2 സമോസ. ഈ കണക്കിന് പോകുകയാണെങ്കിൽ എന്റെ കട അടച്ചു പൂട്ടേണ്ടി വരും. ഞാനാണ് മൂസ. എന്റെ തല മുഴുവൻ ഫ്യൂസ. 10ാം ക്ലാസ് പാസ്. എന്റെ അമ്മൂമ്മയുടെ പേരാണ് സീസ. പ്ലീസ്, ഞങ്ങളെ രക്ഷിക്കൂ. ഇങ്ങനെ മുടിയില്ലാതെ നിൽക്കുന്നത് വീട് ജപ്തി ചെയ്തതിന് തുല്യമാണ്. വിഷമിക്കണ്ട, നിന്നെ ഞങ്ങൾ തീർച്ചയായും സഹായിക്കാം. വരൂ, അതെ, വരൂ, വരൂ. ഔ, ഇവന്മാർ എന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഉടൻ തന്നെ സ്ഥലം കാലിയാക്കിയേക്കാം. എന്റെ അമ്മച്ചിയെ, എടാ വേഗം പിടിക്കണവനെ. ഞാൻ പിടിക്കാം. നീ കടിക്കില്ല, പിടിക്കില്ല. മിക്കവാറും ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അയ്യോ, അയ്യോ, ആരെങ്കിലും ഒന്ന് പുറത്തിറക്കോ എന്നെ. മൂസയെ നിങ്ങൾക്ക് ആരെ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ പിടിച്ചുവല്ലോ. എന്റെ കൊച്ചളിയാ, ഇവൻ അവന്റെ കൂടെ എന്നെ കൊണ്ട് പോണേ. എന്റെ അമ്മച്ചി, ഭാഗ്യം നിങ്ങളുടെ ബാക്കിയുള്ള മുടി കൂടി അവൻ മുറിച്ചെടുത്തില്ലല്ലോ. സോറി. അവന്റെ കളി കൂടുന്നുണ്ട്. ഇനി മൂസയെ ഞാൻ വെറുതെ വിടില്ല, നോക്കോ. അത് ശരി. അപ്പൊ ഇത്രയും നേരം നമ്മള് അവന്റെ കൂടെ ഓടിത്തോട്ട് കളിച്ചോണ്ട് ഇരിക്കായിരുന്നോ? അല്ല ചെമരിയാടെ, ഈ മൂസ താമസിക്കുന്നത് എവിടെയാണ്? കൊടുങ്കാട്ടിൽ തിളിച്ചു മറിയുന്ന അഗ്നിപർവ്വതങ്ങളുടെ അടുത്ത് ക്രൂരന്മാരായ മൃഗങ്ങളുടെ കൂടെ എന്നൊന്നും പറയുന്നില്ല. അവന്റെ വീട്ടുകാരൊക്കെ അടുത്തുള്ള ഗ്രാമത്തിലാണ് ഉള്ളത്. അവിടെയാണ് സ്ട്രോബെറിയുടെ കൃഷിയുള്ളത്. കൂടാതെ കൃഷിക്കാരുടെ വിത്തുകളും അവിടെ ഉണ്ട്. നിനക്ക് ഈ വളഞ്ഞ വഴിക്കല്ലാതെ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞുകൂടെ? എന്റെ മെഷീൻ വലുതാണ്. വരൂ, സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ വഴി പോകാം. ഇനിയിപ്പോ സ്റ്റേഷനിലോട്ട് കെട്ടിയെടുക്കുന്ന എന്തിനാ? കാരണം എലിയുടെ ഫാക്ടറി കുറച്ച് ദൂരെയാണ്. എല്ലാ മുടിയും മുറിച്ച് അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ശരി, വരൂ എല്ലാവരും. പോകാം. ജീപ്പുണ്ട്, നല്ല അടിപൊളി ജീപ്പ്. ഷാമ്പു ഉണ്ട്, നല്ല അടിപൊളി ഷാമ്പു. ഡൈ ഉണ്ട്, തല മുഴുവൻ പൂച്ചാൻ. വായോ വായോ, ഈ ഹെയർ ജെൽ വേണോ അല്ലെങ്കിൽ ഹെയർ ഡൈ എടുത്തോ? ചെമ്മരിയാടി ചേട്ടാ, ചേട്ടനൊന്നും വേണ്ടല്ലേ? സോറി, ചേട്ടന് മുടിയില്ലെന്ന കാര്യം ഞാൻ മറന്നുപോയി. പൊടി പോലും ഇല്ലല്ലോ കണ്ടുപിടിക്കാൻ.
അതെ സാറേ ഒന്ന് കേറുന്ന. അല്ല ഞാൻ എന്തിനാ കയറുന്ന? ഞാൻ ഗസ്റ്റിനെ കൊണ്ടു ആക്കാൻ വേണ്ടി വന്നതാ. ഗസ്റ്റിനെ വീട് വരെ ഒന്നും അല്ലല്ലോ കൊണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് ട്രെയിനകത്ത് കയറാനുള്ളതാ. ഹണി വേഗം പിടിക്ക്. എടാ കഴുത, ഞങ്ങളെ പിടിക്കാനല്ല ട്രെയിൻ പിടിക്കാനല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പൊ നടന്നു പോവേണ്ടി വരും. എന്തായാലും നന്നായി. എനിക്ക് തോന്നുന്നു മൂസ ഇവിടെയെങ്ങും ഇല്ലെന്നാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിന് മാത്രം മുടി മുറിക്കാനായിട്ട് ഇവനെന്താ വല്ല സലൂൺ തുടങ്ങാനുള്ള പരിപാടി ഉണ്ടോ? അല്ല, സലൂൺ തുടങ്ങാൻ എന്തിനാ മുടി കൊണ്ടുപോകുന്നത്? കടയിൽ വിതറിയിടാനായിട്ട്. അപ്പൊ വരുന്നവർക്ക് നല്ല തിരക്കാണെന്ന് തോന്നും. സംശയമുണ്ടോ? നിങ്ങളൊന്ന് വരുന്നുണ്ടോ? അല്ലെങ്കിൽ അവൻ എന്റെ മുടി മുഴുവൻ മുറിക്കും. നമുക്ക് അവന്റെ ഫാക്ടറി നശിപ്പിക്കേണ്ടി വരും. എങ്കിലേ നമുക്ക് അവനെ തടയാൻ പറ്റൂ. വേഗം വരൂ. ഈ മൂസ ഭയങ്കര മടിയനാ, ഒരു ജോലിയും ചെയ്യില്ല. എടാ കഴുത, അവനിവിടുത്തെ രാജാവാ. അതുകൊണ്ടല്ലേ ജോലി ചെയ്യാത്തെ. അത് ശരി, രാജാവാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ജയ് ജയ് വിളിച്ചാലോ? നമ്മുടെ മൂസ രാജാവ്. അയ്യോ വേണ്ട. ഈ നരിന്തെലിയെ പേടിച്ച് ഈ പുള്ളിപ്പൂച്ച ഒരിക്കലും പിന്മാറില്ല. ഇപ്പൊ എന്ത് പറയുന്നു? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. We are joking. ഞാനാണ് മൂസ, തല മുഴുവൻ ഫ്യൂസ. ഇവിടുന്ന് പോയില്ലെങ്കിൽ പോക്ക അടിച്ചു ശരിയാക്കും ദാസ. കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടി അവൻ ദേ കൊണ്ടുപോയി. ഇവ മുടി മുറിക്കാൻ പഠിക്കുന്നേ ഉള്ളെന്നാ തോന്നുന്നേ. മുടി മുറിക്കുന്നതിന് മുമ്പ് ഒരു തുണി എടുത്ത് ദേഹത്തിടണമെന്ന് നിനക്കറിയില്ലേ? ഐഡിയ. പോപ്പട്ടെ, വായ തുറക്ക്. അയ്യോ, ഇതിലും ഭേദം ആ എലി എന്റെ മുടി മുറിക്കുന്നതായിരുന്നു. നിങ്ങൾ എനിക്ക് ഒരുപാട് നഷ്ടപ്പെടുത്തി. ഞാനാണ് മൂസ, എന്റെ ഫാക്ടറി മുഴുവൻ പോക്ക. ഇനി നിങ്ങളെ ഇടിച്ച് ഞാൻ ആക്കും ജ്യൂസ്. ഈ ബിൽഡിംഗ് ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്നാ തോന്നുന്നേ. വേഗം ഓടിക്കോ. അവന്മാരെ വിടരുത്. നിൽക്കേ. ഞാൻ നിങ്ങളുടെ ശത്രുവാണ്, എന്നിട്ട് നിങ്ങൾ എന്റെ കൂട്ടുകാരെ രക്ഷിച്ചു. ഞാനാണ് മൂസ, ഇനി എന്റെ ദേഷ്യം പോക്ക. ആഹാ, എന്താ ഡയലോഗ്! ഇതേതായാലും കൈയടിച്ച് പാസ്സാക്കണം. അതെ, ഞാൻ തമാശ പറഞ്ഞതാ. ഒരു മിനിറ്റ്, ആനന്ദ കണ്ണീര് വരുന്നു, ഞാനൊന്ന് തുടച്ചോട്ടെ. അതെ, ഞാൻ വീണ്ടും തമാശ പറഞ്ഞതാ.
ഞങ്ങൾ ഇനി ഒരിക്കലും ചെമ്മരിയാടിന്റെ മുടി മുറിക്കില്ല. സോറി. ഇനി ഞാൻ വീണ്ടും മുടി നീട്ടി വളർത്തും.